മുമ്പാർക്കെങ്കിലും സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും വിചിത്രവും കൗതുകകരവും എന്നാൽ ഭയാനകവുമായ കാര്യങ്ങളിലൊന്നാണിത്. ഉറക്കമുണരുമ്പോൾ ശരീരം അനക്കാൻ കഴിയാത്ത അവസ്ഥയാണിത്. നിങ്ങളുടെ ഇന്ദ്രിയങ്ങളും അവബോധവും കൃത്യമായിരിക്കും, പക്ഷേ പകുതി ഉറക്കത്തിലും പകുതി ഉണർച്ചയിലുമുള്ള ഒരവസ്ഥയിലാണെന്ന് നിങ്ങൾക്ക് തോന്നും. എനിക്കിത് സംഭവിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചുള്ള കഥകൾ ഞാൻ കേട്ടിരുന്നു. എനിക്കിത് ഒരിക്കൽ മാത്രമേ അനുഭവപ്പെട്ടിട്ടുള്ളൂ. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമായിരുന്നു അത്. എന്റെ ജീവിതത്തിലെ വളരെ പ്രയാസകരമായ ഒരു ഘട്ടത്തിലൂടെയായിരുന്നു ഞാൻ കടന്നുപോയിരുന്നത്. പരീക്ഷാകാലമായതിനാൽ എനിക്ക് വലിയ മാനസിക സമ്മർദ്ദവും ഉണ്ടായിരുന്നു. എനിക്ക് കൃത്യമായി ഉറക്കം ലഭിച്ചിരുന്നില്ല. എന്റെ അവസാന പരീക്ഷയുടെ തലേ ദിവസമായിരുന്നു അത്. ബയോളജി പരീക്ഷയ്ക്ക് പഠിക്കാനായി രാത്രി മുഴുവൻ ഇരുന്നതിനാൽ ഞാൻ വൈകിയാണ് ഉറങ്ങാൻ പോയത്. എപ്പോഴാണ് ഞാൻ പഠനം നിർത്തി ഉറങ്ങാൻ പോയതെന്ന് എനിക്ക് ഓർമ്മയില്ല. എല്ലാം ഒരു മങ്ങലായി മാറുന്നതും പിന്നീട് ഇരുട്ടാകുന്നതും മാത്രമേ ഓർമ്മയുള്ളൂ. അടുത്തതായി ഞാൻ ഓർക്കുന്നത് ഞാൻ എന്റെ മുറിയിൽ കട്ടിലിൽ കിടക്കുകയായിരുന്നു എന്നതാണ്. പക്ഷേ എന്റെ ബോധത്തിൽ ഒരു വിചിത്രമായ മങ്ങലുണ്ടായിരുന്നു. എനിക്ക് ഉണർവ് തോന്നുന്നുണ്ടായിരുന്നു, പക്ഷെ ശരീരം വളരെ ദുർബലമായിരുന്നു. അനങ്ങാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കഴിഞ്ഞില്ല. ഇരുട്ടുള്ള മുറിയിൽ കണ്ണുകൾ കൊണ്ട് ചുറ്റും നോക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു നിമിഷം ഞാൻ മുറിയുടെ വശങ്ങളിലേക്ക് നോക്കി തിരികെ നടുവിലേക്ക് നോക്കിയപ്പോൾ കട്ടിലിന് അഭിമുഖമായി മുറിയുടെ നടുവിൽ ഒരു സ്ത്രീ നിൽക്കുന്നത് കണ്ടു. അവൾ കറുത്ത വസ്ത്രമാണ് ധരിച്ചിരുന്നത്. കയ്യിൽ നീളമുള്ള എന്തോ ഒരു വസ്തുവുമുണ്ടായിരുന്നു. എനിക്ക് അമ്മയെന്ന് വിളിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ തളർച്ച കാരണം എനിക്ക് സാധിച്ചില്ല. സ്ത്രീ എന്റെ അടുത്തേക്ക് വരികയും മുട്ടുകുത്തി നിന്ന് എന്റെ നെറ്റിയിൽ തൊടുകയും ചെയ്തു. എനിക്കത് അനുഭവിക്കാൻ കഴിഞ്ഞു. അവൾ എന്റെ കൺമുന്നിലെത്തിയപ്പോൾ എനിക്കെന്റെ അമ്മയുടെ മുഖം കാണാമായിരുന്നു. ഞാൻ വീണ്ടും അമ്മയെന്ന് വിളിക്കാനാവുന്നത്ര ശ്രമിച്ചു, പക്ഷെ എന്റെ സ്വന്തം ശരീരത്തിൽ ഞാൻ തടവിലാക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. അവൾ എഴുന്നേറ്റ് വാതിലിനടുത്തേക്ക് നടന്ന് വീട്ടിനുള്ളിലേക്ക് അപ്രത്യക്ഷയായി. 10-20 സെക്കൻഡ് കൂടി അനങ്ങാൻ കഴിയാതെ ഞാൻ അവിടെ കിടന്നു. പിന്നീട് എന്റെ കാഴ്ചയും ചിന്തകളും തെളിഞ്ഞു വന്നു. എനിക്ക് എഴുന്നേറ്റിരിക്കാൻ സാധിച്ചു. കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഞാൻ അമ്മയെന്ന് നിലവിളിച്ചുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് ഓടി. ഇടനാഴിയിലൂടെ അമ്മയുടെ പേര് വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വാതിൽ തുറന്ന് ഒരാൾ വന്നെന്നെ കെട്ടിപ്പിടിച്ചു. പക്ഷേ അതെന്റെ അമ്മയായിരുന്നില്ല, അതെന്റെ അച്ഛനായിരുന്നു. താനും അമ്മയെ മിസ് ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സംഭവം നടക്കുന്നതിന് 3 ആഴ്ച മുമ്പാണ് എന്റെ അമ്മ മരിച്ചത്.